ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഒരാഴ്ച കൂടെ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരത്തെ നൽകിയല്ലോ. ഉയരത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ധാരാളമായി തുടർന്നും കർത്താവ് നമ്മുടെ മേൽ വർഷിപ്പിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച പ്രാർത്ഥനയോട് നമുക്ക് കർത്തൃപാദപീഠത്തിലായിരിക്കാം. ആരാധനയോടനുബന്ധിച്ച് പ്രിയ ജോർജി, മഞ്ജു, ദൈവം അവർക്ക് നൽകിയ പൈതലിനെ സമർപ്പിക്കുന്ന ശുശ്രൂഷയോടെ നടക്കേണ്ടതുകൊണ്ട് വളരെ വേഗത്തിൽ ശുശ്രൂഷകൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമായതുകൊണ്ട് എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തുടർമാനമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിന്തയുടെ അടുത്ത ഭാഗത്തേക്ക് ഇന്ന് പകൽ ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 107 സങ്കീർത്തനത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് വേഗത്തിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ പല ഗ്രൂപ്പിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞ ചില ആഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ഒന്നാമത്തെ ഗ്രൂപ്പ് വീണ്ടെടുക്കപ്പെട്ടവർ, വിമുക്തന്മാർ. സെക്കൻഡ് മത്സരികൾ. മൂന്നാം ഗ്രൂപ്പ് പോഷന്മാർ. ഇന്ന് 4ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇത് മറക്കരുത്. ഒരു വലിയ സങ്കീർത്തനം ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി ആത്മീയ സത്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ പല പാർട്ടായിട്ട് തിരിച്ച് ചിന്തിക്കാമെന്ന് കരുതിയത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ, സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നവർ, അവർക്ക് പറ്റിയ പ്രശ്നം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായി ഏതാണ്ട് 3 സമുദ്രത്തിൽ യാത്ര ചെയ്തവർ നിലവിളിച്ച ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ലധികമുണ്ട്, എങ്കിലും പ്രധാന 3 ഭാഗങ്ങൾ. 1, കപ്പൽ യാത്ര ചെയ്ത യോന. 2, യേശു നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു വിട്ട ശിഷ്യന്മാർ. 3, യേശു ഉൾപ്പെടെ യാത്ര ചെയ്ത പടകിൽ കാറ്റടിച്ചപ്പോൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ എന്ന് പറഞ്ഞ് നിലവിളിച്ച ശിഷ്യന്മാർ. ഈ 3 ഭാഗം ഏകദേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഇന്നിറങ്ങാൻ സമയമില്ല, ഞാൻ അതിനാഗ്രഹിക്കുന്നുമില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ വരും ദിവസങ്ങൾ നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ കടന്നു വരും. ഇന്ന് ഒരു ചിന്ത പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 23-ാം വാക്യം നമ്മൾ വായിച്ചത്, കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവരുടെ അനുഭവങ്ങൾ പറയുന്നത്. താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ യാത്രാവേളയിൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തി അവിടെ 24 വായിക്കുമ്പോൾ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. 25. മതി. ദൈവം കൽപ്പിച്ച് കൊടുങ്കാറ്റടിപ്പിച്ചു. ആ കൊടുങ്കാറ്റ് തിരകളെ പൊങ്ങുമാറാക്കി. സാഹചര്യങ്ങളൊക്കെ താഴോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പിന്നീട് വായിച്ച് നോക്കുക. ബുദ്ധി പോലും പോയി എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഒരു ഭ്രാന്തനെ പോലായി മാറി. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത, ജീവൻ കിട്ടുമോ, രക്ഷപ്പെടാമോ, അക്കരെ എത്താമോ, ലക്ഷ്യത്തിലെത്തുമോ, 100 ചോദ്യങ്ങൾ, ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരു മന്ദബുദ്ധിയെ പോലെ, അഥവാ ബുദ്ധി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ ആയിത്തീർന്ന സാഹചര്യം. എന്നാൽ ഇതിൻ്റെ കാരണമുണ്ട്. ഏതൊരു ഭാഗത്ത് നമ്മൾ വചനം പഠിച്ചാലും കാണാൻ കഴിയുന്നുണ്ട്. കൊടുങ്കാറ്റ് ദൈവം കൽപ്പിച്ചടിപ്പിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഇതിനപ്പുറം ഇതിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിനൊരു മാർഗവുമുണ്ട്.
ഇത് രണ്ടും നമ്മൾ മറന്നു പോകരുത്. കാറ്റടിപ്പിക്കുമ്പോൾ എല്ലാം പിശാചാന്ന് പറയരുത്. ഞാൻ പലപ്പോഴും ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിക്കാതെ പിശാചിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ അല്ല. തെറ്റിദ്ധരിച്ചു പോകും. പലപ്പോഴും പ്രശ്നം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര ശല്യമാണ്, ഭയങ്കര പിശാചിൻ്റെ ആ ബന്ധനമാണ്, ഒത്തിരി വാക്കുകളൊക്കെ ഉണ്ടല്ലോ. ദൈവം അനുവദിക്കാതെ ദൈവമക്കളെ പിശാചിനെ തൊടാൻ കഴിയത്തില്ല. ആ ഉറപ്പ് നമ്മൾ പ്രാപിച്ചോണം. ജീവിതത്തിന് നേരെ ചില കാറ്റടിക്കുമ്പോൾ പിശാചിനെ ശാസിക്കുന്നതിന് പകരം ദൈവത്തോട് ചോദിക്കും, കർത്താവ് എന്തുകൊണ്ടാണ് കാറ്റടിച്ച്? കർത്താവ് കാരണം പറയും. അതൊന്ന് കറക്റ്റ് ചെയ്താൽ പോരെ, ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ പോരെ. പ്രശ്നം മാത്രമല്ല, ദൈവത്തിൻ്റെ അടുക്ക പ്രശ്നത്തിന് പരിഹാരവുമുണ്ട്. ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ വ്യക്തിയിലേക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർപ്പിച്ചെൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. കാറ്റ് ദൈവം അടുപ്പിച്ചു. യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിന് 5-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. അവിടെ ഇതേ ഒരു പദം എഴുതിയിട്ടുണ്ട്. ആ ആ അതിന് മുമ്പൊരു വാക്യം, ദൈവം കൽപ്പിച്ചൊരു കാറ്റടിച്ചു എന്നൊരു വാക്യം ഉണ്ടല്ലോ, അതോടെ യെസ്, ആ വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതാ വാക്യം? അത് 4-ാം വാക്യം. ഓക്കെ, വായിച്ചോളൂ. ആ യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റടിപ്പിച്ചു. ആ മതി. അങ്ങനെയെങ്കിൽ കാറ്റടിപ്പിച്ചതാരാ? ദൈവം. ആ ചരിത്രത്തിലേക്ക് ഒന്ന് ഉളിയിട്ട് പെട്ടെന്ന് മടങ്ങിയെത്താം. നമുക്കറിയാവുന്ന കഥയാണ് യോനയുടെ കഥ പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ 1-2 കാര്യങ്ങൾ അവിടെ ഓർപ്പിച്ചെങ്കിലേ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഓടിയെത്തുകയാണ്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നിട്ടൊന്നൊന്ന് വായിച്ചോ. അമിത്തായുടെ മകനായ വായിച്ചോളൂ. മതി. ആ ഭാഗത്ത് നമ്മൾ വായിച്ച ഭാഗം ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. ദൈവം യോനായോട് പറഞ്ഞത് നിനവയ്ക്ക് പോയി അതിന് വിരോധമായി സംസാരിക്കാം. എന്നാൽ യോന ചെയ്തത് എന്തുവാ? 2-ാം വാക്യത്തിൽ വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. 3-ാം വാക്യത്തിൽ എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന്, ഓടിപ്പോക്ക ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. അല്ലെങ്കിൽ അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാറ്റടിച്ചതിൻ്റെ കാരണം അനുസരണക്കേട. നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ചില കാറ്റടിക്കുന്നത്. അനുസരിക്കുന്നില്ല. നമ്മൾ പറയും ഞാനെന്തോ അനുസരിക്കാത്ത, ഞാനെന്തോ ദൈവമേ അങ്ങ് പറയുന്ന കേൾക്കാത്ത. കർത്താവിനോട് തന്നെ ചോദിക്കും. എൻ്റെ ചിന്തയിലെല്ലാം ശരിയാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ നമുക്ക് പലപ്പോഴും ഞാൻ ശരിയാ, ഞാൻ പറയുന്നതൊക്കെ ശരിയാ, ഞാൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാ. പക്ഷെങ്കിൽ ദൈവത്തോടൊന്ന് ചോദിക്കുക, കർത്താവേ എന്തോ അനുസരണക്കേട് ഞാൻ കാണിച്ചത്? ഈ കാറ്റടിക്കുന്നതിൻ്റെ കാരണം ഇത് വെറുതെ കാറ്റടിക്കത്തില്ലല്ലോ. 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. തകർന്നു പോകത്തക്ക രീതിയിലൊരു കാറ്റ് എൻ്റെ ദൈവം അടുപ്പിച്ചെങ്കിൽ കാരണം ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞോട്ടെ അനുസരണക്കേട. ഇനി യോനയെക്കുറിച്ചൊരു വാക്കെന്ന് പറഞ്ഞോട്ടെ. യോന ആരാ? പ്രവാചകനാണ്, ശുശ്രൂഷയുള്ള ആളാണ്. ആദ്യത്തെ ശുശ്രൂഷയാകണമെന്നില്ല. യോനായോട് ദൈവം പറഞ്ഞു നീ പോയി നിനവയ്ക്ക് വിരോധമായി സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ശുശ്രൂഷയുള്ള ഭക്തനാ, അല്ലെ നമ്മുടെ ഭാഷ പറഞ്ഞ പ്രവാചകനാ, വലിയ പാസ്റ്ററാ. പക്ഷെ എന്തോ ചെയ്തില്ല, അനുസരിക്കത്തില്ല. ഏറ്റവും വലുത് അതാ, അനുസരണമാണ്. ശുശ്രൂഷയല്ല വലുത്. ശുശ്രൂഷ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ശുശ്രൂഷ ഉള്ളവർ ശുശ്രൂഷ ചെയ്തോണം. നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെങ്കിലും വ്യത്യസ്തമായ ശുശ്രൂഷകൾ ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഓരോരുത്തരും നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തോണം. അപ്പോൾ തന്നെ ചിന്തിച്ചോണം, ദൈവത്തെ ഞാൻ അനുസരിക്കാറുണ്ടോ? എൻ്റെ ശുശ്രൂഷയുടെ വലിപ്പമല്ല ദൈവം മാർക്കിടുന്നത്, എൻ്റെ അനുസരണത്തിൻ്റെ ആ അനുഭവമാണ്. ഞാൻ ദൈവത്തെ അനുസരിക്കാതെ എന്തെല്ലാം ചെയ്താലും ദൈവം പറയുകയാണ് യു ആർ ഫെയിൽഡ്,
നമ്മൾ പറയും, കർത്താവേ ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, നീണ്ട ലിസ്റ്റാണ് പറയുന്നത്. മത്തായി സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോൾ 7-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ അടുക്ക വന്നേച്ച് ഒരു ഗ്രൂപ്പ് ആ തങ്ങൾ ചെയ്ത ലിസ്റ്റ് അങ്ങോട്ട് പറയുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കെന്തുവാ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങളെ. നീ ചെയ്ത വീര്യപ്രവർത്തികൾ ഒത്തിരിയുണ്ട്, പക്ഷെങ്കിൽ നീ എന്നെ അനുസരിച്ചിട്ടില്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, എനിക്ക് എൻ്റെ ദൈവത്തെ അനുസരിക്കാൻ കഴിയാതെ, അനുസരണം ഇല്ലാതെ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവവും ഭാഗ സീറോയാ, യാതൊരു വിലയുമില്ല. വീര്യപ്രവർത്തികൾ നമുക്കറിയാമല്ലോ, അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളാണ് ആ ഒരു ഗ്രൂപ്പ് ചെയ്തത്. നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, അതല്ലേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പക്ഷെ കർത്താവ് പറയുന്നു, നീ ചെയ്തെങ്കിലും നീ ഞാൻ പറഞ്ഞത് പലതും അനുസരിച്ചിട്ടില്ല. നീ അനുസരിക്കാതെ ബാക്കി എന്തൊക്കെ ചെയ്താലും, ഇന്ന് പകൽ ആവർത്തിച്ച് അതൂത് പറഞ്ഞോട്ടെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല വലുത്, ദൈവത്തോടുള്ള അനുസരണമാണ് വലുത്. എൻ്റെ ദൈവത്തെ അനുസരിക്കാതെ എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷെങ്കിൽ ദൈവവും പാകെ അതെല്ലാം വെറും പൂജ്യമായി മാറുക. പൂജ്യമായി മാറുക എന്ന് മാത്രമല്ല, അനുസരിക്കാതെ പോകുന്നവന് ദൈവം ശിക്ഷ കൊടുക്കാതിരിക്കത്തില്ല. ശൗമേൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് കാണുന്നുണ്ടല്ലോ, ശൗൽ രാജാവ് യാഗമർപ്പിച്ചു. ശൗമേൽ അവിടെ പറയുന്നൊരു പ്രത്യേക പദമുണ്ട്, ഇതാ അനുസരിക്കുന്നത് യാഗത്തേക്കാൾ വലുതാ, ശുശ്രൂഷയേക്കാൾ വലുതാണ് ഏത്? അനുസരണം. അങ്ങനെയൊക്കെ ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. നമ്മളോട് തന്നെ ചോദിക്കുക, കർത്താവേ, ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കാറുണ്ടോ? ആ ചോദ്യം കേൾക്കുമ്പം അതെന്തൊരു ചോദ്യമാണ്. മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുക. ഇപ്പം ചിന്തിച്ചില്ലെങ്കിൽ എപ്പോഴേലും അവകാശം ഒന്ന് ചിന്തിക്കുക, ഞാൻ ദൈവത്തെ അനുസരിക്കുമോ? 100% അനുസരിക്കുന്നുണ്ടോ? അതോ എനിക്കിഷ്ടമുള്ളത് ദൈവം പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അത് അനുസരണമല്ല. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ദൈവം എന്നോട് പറഞ്ഞാലും അത് എൻ്റെ ഗുണത്തിനാകട്ടെ എന്തിനുമാകട്ടെ ഞാൻ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ശുശ്രൂഷയേക്കാൾ വലുത്, ആരാധനയേക്കാൾ വലുത്, പാട്ടിനേക്കാൾ വലുത്, പ്രാർത്ഥനയേക്കാൾ വലുത്, എൻ്റെ പ്രസംഗത്തേക്കാൾ വലുത്, ഞാൻ ചെയ്യുന്ന മറ്റേത് ശുശ്രൂഷകളെക്കാൾ വലുത് എൻ്റെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. അതിനുള്ള കൃപ എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് കയറി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രവാചകൻ, ഞാൻ പറഞ്ഞല്ലോ, പ്രവചനമുണ്ട്, ദൂതുണ്ട്, പക്ഷെങ്കിൽ അനുസരിക്കാൻ തയ്യാറല്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഈ നിനവെ എന്ന് പറയുന്നത് അശൂർ എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. അശൂർ നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ഏറ്റവും അധികം ദ്രോഹിച്ച രാജ്യങ്ങളിലൊന്നാണ് അശൂർ. മിസ്രൈം, ഫെലിസ്തീർ, ഇങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. മിദ്യാനിയർ, ആ നീണ്ട ലിസ്റ്റ് കിടക്കുന്നുണ്ട്. എങ്കിലും ഇവരെ ഒത്തിരി ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സിറ്റിയാണ്, അല്ലെങ്കിൽ രാജ്യമാണ് അശൂർ. അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് നിനവെ. ഇപ്പം ചെന്നേച്ച് ദൈവം യോനായോട് പറഞ്ഞ ദൂത് ഇതാണ്, യോനായെ, നീ നിനവയ്ക്ക് ചെന്ന് ആ 2-ാം വാക്യത്തിൽ വായിച്ചല്ലോ, വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ. യോന പർപ്പസ്ലി ദൈവസന്നിധിയിൽ നിന്ന് ഓടുക. നിനവയ്ക്ക് ചെന്ന് പ്രസംഗിച്ചാൽ നിനവക്കാർ മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെട്ടാൽ ദൈവം ശിക്ഷ കൊടുക്കത്തില്ല. അപ്പോൾ യോനയുടെ മനസ്സിൻ്റെ ചിന്ത എന്തുവാ? എന്നെ ഉപദ്രവിച്ചവനെ ദൈവം ശിക്ഷിക്കണം, എനിക്കത് കാണണം. ആ ചിന്തയുണ്ടെങ്കിൽ ഓർത്തോണം, ഏത് ശുശ്രൂഷ എനിക്കുണ്ടെങ്കിലും ദൈവം എൻ്റെ ശുശ്രൂഷയെ സീറോ ആക്കും. എന്നെ ചീത്ത വിളിച്ചു, എന്നെ ഉപദ്രവിച്ചു, ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എന്നെ അതുവിധമൊക്കെ പറഞ്ഞു, അവനെന്തോ കിട്ടണം? ഞാൻ പോയി സുവിശേഷം പറഞ്ഞാൽ കാണും അവൻ മാനസാന്തരപ്പെട്ട് പോയെങ്കിലോ? വേണ്ട, അവൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ശിക്ഷ കിട്ടിയിട്ട് മാനസാന്തരപ്പെട്ടാൽ മതി. ഈ ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവത്തിന് ഇഷ്ടമല്ല. പ്രവചനമുണ്ട്, ദൂതുണ്ട്, എല്ലാ ശുശ്രൂഷയും ഉണ്ടെങ്കിലും കർത്താവ് പറയും, നിന്നെ എനിക്ക് കൊള്ളത്തില്ല. 3-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ, വായിച്ചോളൂ, ഒന്നുകൂടെ വായിച്ചോളൂ, ഞാൻ ആ ഭാഗം നമുക്കറിയാമെങ്കിലും. എന്നാൽ യോന
മതി. ആ ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ദൈവം പോകാൻ പറഞ്ഞത് നിനവേക്ക്, യോന പോയത്. അപ്പോൾ അതേക്കുറിച്ച് ചിലർ പറയുന്നുണ്ട്, അങ്ങോട്ട് ചെന്നപ്പോൾ ആദ്യം കിട്ടിയ വണ്ടി അതേ കയറി പോയെന്നാ. എന്നാൽ വേദവസ്തം ശരിക്കും പഠിച്ചാൽ നിനവയിൽ കപ്പലിൽ പോകാൻ തർസീസിലേക്ക് നിനവയിലേക്ക് കപ്പലിൽ പോകാൻ പറ്റത്തില്ല. ഇതൊരു ഇൻലാൻഡാണ്, ഉൾപ്രദേശമാണ്. കരമാർഗം മാത്രമേ എവിടേക്ക് പോകാനൊക്കത്തുള്ളൂ. ചരിത്രം നമ്മൾ ബൈബിൾ ജോഗ്രഫിയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. യോന പാർക്കുന്നിടത്ത് നിന്ന് 1000 മൈൽ യാത്ര ചെയ്താൽ, കരമാർഗം യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന സ്ഥലമാണ് നിനവേ. എന്നാൽ താൻ ചെയ്ത കാര്യം എന്തുവാ? നേരെ തർശീസിലേക്ക് പോകാനായിട്ട് എവിടോട്ട് പോയെന്നാണ് പറഞ്ഞേക്കുന്നത്? അവിടെ ഒരു ഭാഗം വായിച്ചല്ലോ, യാഫോഫ് അല്ലെങ്കിൽ യാഫോഫ്. മറ്റേ പുതിയ നിമിത്തമൊക്കെ വരുമ്പോൾ യോപ്പ തുറമുഖത്തേക്കാണ് ചെന്നത്. തുറമുഖത്ത് നിന്നൊരിക്കലും നിനവേലേക്ക് യാത്രാ സൗകര്യമില്ല. അല്പം കൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, ദൈവം എന്നോട് പറഞ്ഞു, ഇടുക്കിയിൽ ഏതെങ്കിലും ഒരു ആദിവാസി കോളനി പോയി സുവിശേഷം പറയാൻ പറഞ്ഞപ്പം ഞാൻ ഇവിടുന്ന് നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നേച്ച് കിട്ടുന്ന ട്രെയിൻ തിരുവനന്തപുരം ഭാഗത്തേക്കെങ്കിൽ അങ്ങോട്ട്, എറണാകുളത്തേക്കെങ്കിൽ അങ്ങോട്ട് എന്നും പറഞ്ഞ് ഞാൻ നിൽക്കുന്നു. കൂടുതൽ ആഗ്രഹം എറണാകുളമാണെന്ന് കരുതുക. പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ്, ഇത്ര നമ്പർ ട്രെയിൻ എറണാകുളത്തേക്ക് പോകുന്നത് 2ാം പ്ലാറ്റ്ഫോമിൽ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എത്തിച്ചേരും. ഉടനെ എന്താ പറഞ്ഞു, ഇതാ നിയോഗം. ടിക്കറ്റ് എടുക്കാൻ പൈസയുണ്ട്, കൂലി കൊടുത്തേക്കാണ് പോയത്, ഫ്രീ ഒന്നുമില്ല യാത്ര. ടിക്കറ്റ് എടുക്കാൻ പൈസയും കയ്യിലുണ്ട്, ട്രെയിൻ കറക്റ്റ് വന്നു, ഞാൻ ചെന്ന് എറണാകുളത്ത് ഇറങ്ങി എന്ന് കരുതുക. ദൈവം എന്നെ വിട്ടത് അങ്ങോട്ടാ. ഇടുക്കിക്ക് പോകണ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പറ്റുമോ? ഇടുക്കിക്ക് ട്രെയിൻ ഇല്ല, ഞാൻ അങ്ങനെ പോകാനൊക്കത്തുള്ളൂ, ബൈ റോഡ്. യോന ഇത് തന്നെയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ നിന്ന് പർപ്പസ്ലി ബോധപൂർവം ഓടിപ്പോവുക, ഒളിച്ചോടുക. ഇതിനെ എന്തു പറയണം? അനുസരണക്കേട് അല്ലെങ്കിൽ ശാഠ്യം. എന്നെക്കൊണ്ട് ദൈവത്തെ അനുസരിക്കാനൊന്നും പറ്റത്തില്ല. ദൈവം നിനവേക്ക് പോകാൻ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകത്തില്ല. എനിക്ക് വേറെ വഴിയുണ്ട്, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ ഇറങ്ങിയാൽ വണ്ടി കിട്ടും. ഇതാ യോനായുടെ ചിന്താഗതി. വെറുതെയാണോ കപ്പലിന് നേരെ കാറ്റടിച്ചത്? നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ദൈവം പറയുന്ന ചില ആശയങ്ങൾ, ചില നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാകാതെ എൻ്റെ ഇഷ്ടപ്രകാരമുള്ള വഴിയിലൂടെ യാത്ര ചെയ്താൽ ഉറപ്പാണ് നിങ്ങളുടെ യാത്രയ്ക്ക് നേരെ കാറ്റടിക്കും. കപ്പൽ തകരത്തക്ക രീതിയിൽ ചില കാറ്റടിച്ച് എൻ്റെ യാത്രയ്ക്ക് തടസ്സമാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് മറക്കരുത്. വ്യക്തമായി തിരിച്ചറിഞ്ഞോണം. ദൈവസന്നിധിയിൽ ആ ദൈവത്തെ അനുസരിക്കുന്നത് ഏറ്റവും വലുത്. മാത്രവുമല്ല, അതിൻ്റെ ഭൂപടമൊക്കെ എടുത്ത് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നിനവേ എന്ന് പറയുന്നത് യോന താമസിക്കുന്നിടത്ത് നിന്നും വടക്ക് ഭാഗത്താണ്. തർസീസ് നേരെ പടിഞ്ഞാറാണ്. വടക്കോട്ട് പോകാൻ പറഞ്ഞവനിപ്പോൾ എങ്ങോട്ട് പോയി? ദൈവം നിർദ്ദേശം കൊടുത്തത് വടക്ക് പോകാനാണ്. നമുക്ക് മനസ്സിലാകുന്ന പക്ഷേ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്ക് പോകാൻ ദൈവം ഒരാൾക്ക് നിയോഗം കൊടുത്തെന്ന് വെച്ചു. ഉടനെ US പോകാനൊരു വീസ കിട്ടി. നേരെ പടിഞ്ഞാറോട്ട് പോയി. അവിടെയും പോയി എന്തോ ചെയ്തത്? സുവിശേഷ വേലയാണ്. പക്ഷേ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, ദൈവം ആഗ്രഹിക്കുന്നത് ഏത് സ്ഥാനത്താണോ അവിടെ ഞാൻ വിജയിക്കത്തുള്ളൂ. ചിലപ്പം അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക നന്മകളൊക്കെ ചിലപ്പം കൂടുതൽ കിട്ടിയെന്നിരിക്കും. എന്നാൽ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ വളരെ ഗൗരവത്തോട് ജീവിതത്തെ ഒന്ന് പരിശോധിച്ചോണം. ദൈവം എന്നെ നിനവേലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തർശീസിലേക്ക് പോകരുത്. വ്യക്തിപരമായി വ്യക്തമായി ജീവിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയണം, കർത്താവേ, അങ്ങ് വിടാൻ ആഗ്രഹിക്കുന്നിടത്ത് എനിക്ക് പോയാൽ മതി. കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, ഞാൻ എവിടെയാകണം, എന്താകണമെന്ന് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് കർത്താവേ, അത് മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതി. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു രൂപം ദൈവമൊക്കെ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. കാറ്റടിച്ചതിൻ്റെ കാരണം, കാറ്റ് ദൈവം അടുപ്പിച്ചതിൻ്റെ കാരണം അനുസരണക്കേടാണ്. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞാൽ അങ്ങ് നീണ്ടു പോകും, എങ്ങും കൊണ്ട് അവസാനിപ്പിക്കാനൊക്കെ അതുകൊണ്ടൊരു ചെറിയ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടങ്ങ് നിർത്താമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ യോന നമുക്കറിയാമല്ലോ, അനുസരണക്കേടിൻ്റെ ഫലമായിട്ട് യോനായെ പിടിച്ച് കടലിലിടുന്നു. അടുത്തൊരു വാക്യം ഒന്ന് വായിക്കാമോ? ഈ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. കപ്പൽക്കാർ
മതി. ഈ ഭയപ്പെട്ട ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളെ വിളിക്കുക. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ന്റെ അവസാന ഭാഗം വായിച്ചത്. യോനായോ ആ മതി. ആ ഭാഗം കൂടെ പറഞ്ഞാൽ മുന്നോട്ട് പോകാം. കപ്പൽക്കാർ ഭയപ്പെട്ട് അവരവരുടെ ദൈവത്തെ വിളിക്കുന്നു. പക്ഷെ കപ്പലിന് അല്ലെങ്കിൽ കടലിന് ശാന്തമാകുന്നില്ല. കാരണം ഇത് അടുപ്പിച്ചതാരാ? ദൈവമാ. വിളിച്ചത് ആരെയാ? ദൈവത്തെ അല്ല വിളിച്ചത്. ഒരു ദൂത് ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ. ദൈവം ഒരനർത്ഥം ജീവിതത്തിൻ്റെ നേരെ അടിക്കുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. വേറെന്തെങ്കിലും കാണിച്ചാൽ ശാന്തമാകത്തില്ല. കാറ്റടിപ്പിച്ചത് ദൈവമാണെങ്കിൽ കാറ്റടിപ്പിച്ച ദൈവത്തെ വിളിക്കണം. ഇവർ ചെയ്തത് അവരവരുടെ ദൈവം അറിയാമല്ലോ. അവരവരുടെ ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ ആ മിഥ്യാമൂർത്തികളെക്കുറിച്ചല്ല പറയുന്നത്. നമുക്കൊക്കെ ഒത്തിരി ദൈവങ്ങളുണ്ട്. പണം ചിലരുടെ ദൈവമാണ്, ആരോഗ്യം ചിലരുടെ ദൈവമാണ്, കഴിവ് ചിലരുടെ ദൈവമാണ്. ചിലർ പറയത്തില്ലേ, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാവുന്ന, എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമുണ്ടോ? എനിക്ക് ഹോൾഡ് ഉണ്ട്. നല്ല കാര്യമാണ്, ആയിക്കോട്ടെ. പക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിന് നേരെ ദൈവമാണ് കാറ്റടിപ്പിച്ചെങ്കിൽ നിന്റെ ഹോൾഡ് കൊണ്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. നീ കാറ്റടിപ്പിച്ച ദൈവത്തോടങ്ങ് നിലവിളിക്കുക. ദൈവം കാറ്റടിപ്പിക്കുമ്പോൾ അതിനെ നേരിടാൻ എനിക്ക് സാമ്പത്തികമുണ്ട്, ഇല്ല, നടക്കത്തില്ല. നിന്റെ സാമ്പത്തികം കൊണ്ടൊന്നും നിന്റെ നേരെ അടിക്കുന്ന കാറ്റിനെ നിനക്ക് തടയാൻ കഴിയത്തില്ല. നിനക്ക് കഴിയണമെങ്കിൽ നീ ദൈവത്തെ വിളിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം, അവരവരുടെ ദൈവങ്ങളോട് അവരവർ വിളിക്കുന്നെങ്കിലും കാറ്റിന് ശാന്തമാകാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ കാറ്റടുപ്പിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് കാറ്റടുപ്പിച്ച കാരണം എന്തെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ദൈവം മുമ്പാകെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ കാറ്റ് ശാന്തമാകത്തുള്ളൂ. ഈ യോന അവിടെ ആ ഭാഗങ്ങളൊക്കെ കാണുമല്ലോ, എല്ലാവരും പേടിച്ച് നിലവിളിക്കുമ്പോൾ ഈ പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുക. ഈ ഉറങ്ങുന്നവനെ കപ്പൽ പ്രമാണി ആ ക്യാപ്റ്റൻ വന്ന് വിളിച്ചുണർത്തി ഇവനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കാമോ? 8-ാം വാക്യം വായിച്ചാട്ടെ. ആ വായിച്ചോ അടുത്ത. അത്യന്തം ഭയപ്പെട്ട് അവനോട് വായിച്ചോളൂ. മതി. ആ ഭാഗം കൂടെ ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യാം. ഇവർ വന്നേച്ച ചില ചോദ്യങ്ങളാണ്. നീ ഏത് ജാതിക്കാരൻ, എവിടുന്ന് വരുന്നു? ഇങ്ങനെ ചോദ്യങ്ങൾ അങ്ങോട്ടൊരു പരമ്പര തീർത്തപ്പം യോന കൊടുത്ത മറുപടി എന്തുവാ? നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഞാനൊരു ബന്ധിക്കോസുകാരനാണ്, ഞാൻ ഇന്ന സഭയുടെ മെമ്പറാണ്, അല്ലെങ്കിൽ അല്പം കൂടെ പറഞ്ഞു വെച്ചാൽ ഞാനൊരു പാസ്റ്ററാണ്. അടുത്തൊരു വാക്കൂടെ പറഞ്ഞതാണ്, കടലും കരയും ഉണ്ടാക്കിയ ആ ദൈവത്തെ ആരാധിക്കുന്നവനാ. അവർ പേടിച്ചു പോയി. എടാ, ഞങ്ങളാരും വിളിക്കുന്ന ദൈവം കടലും കരയും ഉണ്ടാക്കിയതല്ല. ഈ കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ദാസൻ അല്ലെങ്കിൽ പാസ്റ്റർ ആയിക്കോട്ടെ, ആ വിളിച്ചോട് ഡേസി ഉണ്ടല്ലോ, നിങ്ങളെ ആരെയും ബാധിക്കത്തില്ലല്ലോ. കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രോഫറ്റ് ജോന താൻ പറയുകയാണ്, അഭിമാനത്തോടെ പറയുന്നത്, ഞാൻ സാധാരണക്കാരനൊന്നുമല്ല, ഞാൻ പ്രവാചകനാണ്. ഇവർ ഭയപ്പെട്ടു പോയി. ഇവർ നീ എന്തോ പണിയായി കാണിച്ച്? ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എടാ, കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ ഈ കടൽ ക്ഷോഭിച്ചപ്പം നിലവിളിക്കേണ്ടത് ഞങ്ങളല്ല, പിന്നെ ആരാ? നീയാ. പ്രശ്നത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കേണ്ടവൻ ഇപ്പം എന്തോ ചെയ്യുക? ഉറങ്ങുക. എനിക്കറിഞ്ഞുകൂടാ, ദൈവാത്മാവ് പല വഴിക്കോട്ട് തിരിച്ചുവിടുന്നു. പല പ്രശ്നം വരുമ്പോൾ നമുക്കറിയാം, ചുറ്റുവട്ടത്തെ ദേശത്തെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളൊക്കെ പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവർ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. നിലവിളിക്കേണ്ടവർ നിലവിളിക്കണം. പക്ഷേ പറ്റുന്ന പരാജയം, കാറ്റ് ശാന്തമാകാത്തതിൻ്റെ കാരണം നിലവിളിക്കേണ്ടവർ ഇന്ന് ഉറക്കത്തിലാണ്.
നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, അവരും ഇവരും ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല, പക്ഷെങ്കിൽ വിളിക്കണ്ട ഞാൻ, കടലും കരയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആ ദാസന്മാരായ മക്കളായ ഞങ്ങൾ ഉറങ്ങിയാൽ ഈ കാറ്റ് ശാന്തമാകത്തില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, കാറ്റ് ശാന്തമാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവൻ്റെ ദാസന്മാർ പ്രാർത്ഥിച്ചേ മതിയാവുകയുള്ളൂ, ഉറക്കം വിട്ട് ഉണർന്നേ മതിയാവുകയുള്ളൂ. ആത്മീക ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ചിലത് ശാന്തമാകാൻ ഞങ്ങളെ ആ ദൈവമാക്കി വെച്ചേക്കുന്നത്. യെസ്, ഹല്ലേലൂയ. നമ്മൾ ചുറ്റും നോക്കി വെച്ചാൽ അവരെ ഇവരെ ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവരെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഇത് നടപ്പിലാക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ ഉറങ്ങരുത്. ഉറക്കം വിട്ട് ഉണരാമോ? ചിലതൊക്കെ ദൈവം ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നമുക്കതിനു വേണ്ടി ദൈവം ഉറക്കം ഏൽപ്പിച്ചു കൊടുക്കാം. യെസ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോയ പ്രവാചകന്റെ നിമിത്തം ദൈവം കാറ്റടുപ്പിച്ചു. ആ കാറ്റ് മൂലം യോന മാത്രമല്ല ദുരിതം അനുഭവിച്ചത്, ആ കപ്പലിൽ യാത്ര ചെയ്ത മുഴുവൻ പേരും. ഇനി ഞാൻ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചോട്ടെ. യോനായ്ക്ക് വലിയ നഷ്ടമൊന്നും വന്ന് കാണത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒത്തിരി ലഗേജ് ഒന്നും കാണത്തില്ല. ഒറ്റയ്ക്കുള്ള യാത്രയല്ല, അവിടെ പോയി പ്രസംഗിച്ച് തിരിച്ചു വരിക, ഇതായിരിക്കും പുള്ളിയുടെ പർപ്പസ്. എന്നാൽ അവിടെ നമ്മൾ എന്നിട്ട് വാക്ക് വായിക്കുന്നുണ്ട്, കപ്പൽക്കാർ അവരുടെ ചരക്കുകളൊക്കെ, അവരുണ്ടായിരുന്ന വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു, വിലപ്പെട്ടത്. കപ്പലിന് തകരാറ് വന്ന് കാണും. ഇതെല്ലാം സംഭവിച്ചത് ആര് നിമിത്തമാണ്? അല്ല, ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ, അനുസരണം കെട്ട ഒരു പ്രവാചകൻ നിമിത്തമാണ്. ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളെ ഒന്ന് പരിശോധിച്ചോണം. കർത്താവേ, ഞാൻ നിമിത്തം, എൻ്റെ അനുസരണക്കേട് നിമിത്തം എൻ്റെ ദേശത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ചുറ്റുപാടുകൾക്ക്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് എന്തെങ്കിലും കേട് സംഭവിക്കുന്നുണ്ടോ കർത്താവേ? എന്നെ അതിനനുവദിക്കരുത് കർത്താവേ. അങ്ങയെ പൂർണ്ണമായിട്ട് അനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ഭാഗം വിട്ടച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ യോനായെ പിടിച്ച് വെള്ളത്തിലിട്ട്, നമുക്കറിയാം മത്സ്യം വിഴുങ്ങി. ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം, ബാക്കി നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഈ യോന നിനവയിലെത്തി. ചില ചരിത്രകാരന്മാർ അതേക്കുറിച്ച് പറയുന്ന ചില ചരിത്രമുണ്ട്. യോനായെ പിടിച്ച് കടലിലേക്ക് ഇട്ടപ്പോൾ ഒരു തിമിംഗലം വന്ന് വിഴുങ്ങി. എന്തോ ഏറ്റവും വലിയ കടലിലെ ജീവി? ബ്ലൂ വെയിൽ അല്ലേ? ബ്ലൂ വെയിൽ അങ്ങനെയാണ് പറയുന്നത്. ഏതാണ്ട് അതിൻ്റെ വലിപ്പം പറയുന്നുണ്ട് 70 അടി നീളമുണ്ട്. ഇതിൻ്റെ വയറിന് തന്നെ പല അറകളുണ്ടെന്നാണ് പറയുന്നത്. കിട്ടുന്നതിനെല്ലാം വെട്ടി വിഴുങ്ങും ഇത്. പിന്നീട് അടുത്ത അറയിൽ കൊണ്ടുവന്ന് അതിനെ ദഹനമാക്കിയാൽ മതി. ഏതാണ്ട് ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചപ്പം കണ്ടത്, 3 മനുഷ്യരെ വരെ ഒരുമിച്ച് അതിൻ്റെ ആ വയറിൻ്റെ ഒരു അറയിലിടാം. വിശപ്പുള്ളപ്പോൾ ഓരോന്നിനും എടുത്ത് അങ്ങോട്ട് ആക്കി അതിനെ ദഹന പ്രക്രിയയിലൂടെ കൊണ്ടുപോയാൽ മതി. അങ്ങനെയെങ്കിൽ യോന കടന്നത് ആ ദഹന പ്രക്രിയയുള്ള അറയിലല്ല, അതിന് മുമ്പത്തെ അറയില. അത് കൊഴുകൊഴുത്ത ദ്രാവകമുള്ള ഭയങ്കര ചൂടുള്ള ഒരു ഇതിനകത്താണ് യോന കടന്നത്. ഈ നീലത്തിമിംഗലം അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു മഹാമത്സ്യം എന്നാണ് വേദോസം പറയുന്നത്. ഇത് യോനായെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചത് എവിടെയാ? കേട്ടില്ല? കരയിലെന്നേ ഉള്ളൂ. നിനവേലല്ല, നിനവേ കരയില്ലല്ലോ. നിനവയിൽ ആറില്ല, നദിയില്ല, എന്തുവാ, കടലില്ലല്ലോ. ചില ചിന്തകന്മാർ അതേക്കുറിച്ച് പറയുന്ന ഒരു ചിന്ത, ഈ സമുദ്രത്തിൽ ഈ തിമിംഗലം അല്ലെങ്കിൽ ഈ മത്സ്യം യോനായെ വിഴുങ്ങി. ഇത് എന്നപ്പോൾ തൊട്ട് അതിനെന്തോ ഒരു അസ്വസ്ഥത, നിൽക്കാനൊക്കത്തില്ല, വയറ്റിൽ ആകെ പ്രശ്നമായി. ഇത് യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര ചെയ്ത് ഈ കടലിലൂടെ നേരെ ടൈഗ്രീസ് നദിയിലെത്തി. ടൈഗ്രീസ് നദി ഒഴുകുന്നത് നിനവെ കൊണ്ട് ഛർദ്ദിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും അതേക്കുറിച്ച് അത് അംഗീകരിക്കുന്നില്ല. കാരണം കടലിൽ സഞ്ചരിക്കുന്ന ഈ മത്സ്യം ഒരിക്കലും നദിയിലൂടെ പോകത്തില്ല. അവർ പറയുന്നൊരു കാരണം, ഈ യോനായെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചിട്ടത് എവിടെ തന്നെയാണ്? യോപ്പ തുറമുഖത്ത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ പരിപാടി ഈസിയാണല്ലോ. ഞാൻ ഏത് വഴി പോയാലും എത്തേണ്ടടുത്ത് ദൈവം എന്നെ കൊണ്ടെത്തിച്ചാൽ എൻ്റെ യാത്രയ്ക്ക് എന്നാ കുഴപ്പം? 3-ാം അധ്യായം ഒന്ന് എടുത്തേ, 1-ാം വാക്യം വായിച്ചേ. വേദപുസ്തകത്തിൻ്റെ ആ ആ അങ്ങനെ യോന, അങ്ങനെയെങ്കിൽ ആ വാക്യത്തിൽ നിന്ന് എന്തോ മനസ്സിലായി?
നിനവേലല്ല ഛർദ്ദിച്ചിട്ടത്. നിനവേ ഛർദ്ദിച്ചിട്ടാൽ വീണ്ടും നിനവേക്ക് പോകാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ വാക്യം നമ്മൾ വായിച്ച ഭാഗമുണ്ടല്ലോ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന 3:1 വാക്യത്തിൽ വായിച്ചത് എന്തുവാ? 2ാം പ്രാവശ്യവും യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാട് 2ാം പ്രാവശ്യവും യോനായ്ക്ക് ഉണ്ടായതെന്തെന്നാൽ. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഭാഗം തൽക്കാലം അവിടെ നിന്ന് അവസാനിപ്പിച്ചോട്ടെ. യോന എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ കൊണ്ടുവന്ന് യോനായെ ഈ മത്സ്യം ഛർദ്ദിച്ചിട്ടു. ഞാൻ പറഞ്ഞല്ലോ, തിമിംഗലം കരയിലൂടെ അല്ലെങ്കിൽ നദിയിലൂടെ യാത്ര ചെയ്യത്തില്ല. കടലിലൂടെ യാത്ര ചെയ്യുന്നവൻ ആ ഏത് പോയിന്റിൽ നിന്ന് യാത്ര ആരംഭിച്ചോ അവിടെ കൊണ്ടിട്ടു. വെളിപ്പാട് ദിവസം നമ്മൾ പറയുന്നുണ്ടല്ലോ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ഈസിയാണ്, വേദപുസ്തകത്തിൻ്റെ പ്രമാണത്തിനെതിരാണ്. ഞാൻ വഴിതെറ്റിപ്പോയി ചെന്നിടത്ത് ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചു. നിനവയ്ക്ക് പോകാൻ പറഞ്ഞവൻ, തർസീസിന് പോയവൻ, വഴിതെറ്റി അനുസരണക്കേട് കാണിച്ചു പോയവനെ ദൈവം കൊണ്ട് നിനവയിൽ ലാൻഡ് ചെയ്യിച്ചാൽ ആ ദൈവം എന്ത് നീതിയുള്ള ദൈവമോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ചില ധാരണകൾ ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കൊണ്ടുവന്ന് നിനവേലല്ല ഛർദ്ദിച്ചത്. വേദപുസ്തകത്തിൻ്റെ തെളിവാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. 2ാം പ്രാവശ്യം അരുളപ്പാടുണ്ടായി, നിനവയ്ക്ക് പുറപ്പെടാൻ പറഞ്ഞു, പുറപ്പെട്ടു. അങ്ങനെയെങ്കിൽ 2ാം പ്രാവശ്യത്തെ യോനായുടെ യാത്ര കരമാർഗമാണ്. കരമാർഗം യാത്ര ചെയ്ത് നിനവയിൽ ചെന്ന് മാനസാന്തരത്തിൻ്റെ സുവിശേഷം അവിടെ പ്രസംഗിച്ചു. ഒറ്റ വാക്ക് ഞാൻ പറയുന്നുള്ളൂ. ഈ വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ 3-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിച്ചു. യോന നഗരത്തിൽ കടന്ന് മതി. യോനയുടെ പ്രസംഗം ഇത്രയേ ഉള്ളൂ. ഓരോ കവലയ്ക്കും പോയി എന്ന് വെച്ചാൽ ഒറ്റ വിളിയാ. നാട്ടുകാരെ, ബഹുമാന്യരെയൊക്കെ വിളിച്ചു കാണും, കേട്ടോണം, 40 ദിവസം കഴിഞ്ഞാൽ ദൈവം ഈ നഗരത്തെ ഉന്മൂലമാക്കാൻ പോകുന്നു. ഈ ദൂത് പറയുന്നു, അടുത്ത കവലയ്ക്ക് പോകുന്നു. ഞാൻ ഭാഗം പോയി ചിന്തിച്ചപ്പോൾ ഓർത്തു, 1,20,000 ചില്ലുവാനും പേരാ മാനസാന്തരപ്പെടുന്നത് ഈ പ്രസംഗത്തിൽ. ഈ ഒരൊറ്റ വാക്കേ താൻ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. ദൈവം നഗരത്തെ നശിപ്പിക്കാൻ പോകുന്നു, രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞ് ഈ ദൂത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ജനം മാനസാന്തരപ്പെട്ടത്? അവർ നോക്കിയപ്പോൾ യോനായെ കണ്ടു. ഈ 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന യോന, നമുക്കറിയാമല്ലോ, ചൂട്, ഈ ദ്രാവകം, ആ കെമിക്കൽസ് എല്ലാം വയറ്റിനകത്തുള്ളത് ഛർദ്ദിച്ചിട്ട് പുറത്ത് വന്നപ്പം തലയിൽ ഒരൊറ്റ മുടിയില്ല. ശരീരത്തെ തൊലി മുഴുവൻ അങ്ങ് പോയി, കംപ്ലീറ്റ് വൈറ്റാണ്. ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടേ. ഒരൊറ്റ മുടിയില്ലാതെ മുഴുവൻ വെളുത്ത് ഒരു വല്ലാത്ത പരുവത്തിന് നിൽക്കുന്ന യോന ചെന്നപ്പം കവലകളെ ചെന്നിച്ച് പ്രസംഗിച്ചു, നിനവയെ നശിപ്പിക്കാൻ പോകുന്നു. ആൾക്കാർ ചോദിച്ചു കാണും, എന്താ തെളിവ്? തെളിവ് ഞാൻ തന്നെയാണ്. അപ്പോൾ ചോദിച്ചു കാണും, എന്നോ പറ്റി? മുടിയില്ലല്ലോ, തൊലിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നല്ലോ, അതൊരു പറ്റിയതാണ്. താൻ തന്നെ സാക്ഷ്യം പറഞ്ഞു കാണും. നിനവയ്ക്ക് പോകാൻ എന്നോട് ദൈവം പറഞ്ഞു, പക്ഷെങ്കിൽ ഞാൻ നേരെ തർസീസിന് പോയി, അവിടെ നിന്നിട്ട് തന്നെ കടലിലിട്ടു. 3 ദിവസം മത്സ്യത്തിന് വയറ്റി കിടന്നപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാൻ ഈ സാക്ഷ്യം കേട്ടാൽ ആരാ മാനസാന്തരപ്പെടാതെ? അവരോർത്ത് കാണും, ദൈവത്തിൻ്റെ പ്രവാചകന് ഈ അനുഭവം വന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറമാ എന്തോ ചെയ്തേക്കാം, മാനസാന്തരപ്പെട്ടേക്കാം. ലൂക്കോസിൽ യേശു കർത്താവ് ഇത് പറയുന്നുണ്ട്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-30. യോനായുടെ ഒരു അടയാളം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇതാ അടയാളം. ഒന്ന് വായിച്ചു തരാം. ഓക്കെ. ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. യോനായുടെ അത് അടയാളം അന്വേഷിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ. അങ്ങനെയെങ്കിൽ വ്യക്തമായി തിരിച്ചറിയണം, യോന നിനവേക്കാർക്ക് അടയാളമായത് തൻ്റെ ആ ഷെയ്പ്പ. ദൈവത്തെ അനുസരിക്കാതെ, ദൈവം പറഞ്ഞത് ആ ദേശത്തോട് പറയാതെ താൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ദൈവം കൊടുത്ത ശിക്ഷ ഒരടയാളമായിട്ട് നിനവേ നിവാസികൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ദൈവത്തെ വിട്ടുപോയാൽ ഇതൊക്കെയാണ് ഭവിക്കാൻ പോകുന്നത്. വ്യക്തമായി ദൈവമക്കളെ തിരിച്ചറിയണം. നമ്മുടെയും ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ചോണം. ദൈവത്തെ വിട്ടുപോയാൽ, അനുസരണക്കേട് കാണിച്ചാൽ, ആ ജനം മാനസാന്തരപ്പെടുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ്
ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറിയാൽ ദൈവം കപ്പലിന് നേരെ ചില കാറ്റടിപ്പിക്കും. തിരമാലകൾ ശക്തമാകാം, കാറ്റ് പ്രക്ഷുബ്ധമാകാം, എൻ്റെ ജീവിതം തകർന്നെന്ന് തോന്നാൻ സാധ്യതകളുണ്ട്. ഇതെല്ലാം ഒറ്റ വാക്കി ഞാൻ പറഞ്ഞോട്ട്, എൻ്റെ ദൈവത്തോട് ഞാൻ കാണിച്ച അനുസരണക്കേടാണ്. ദൈവസന്നിധി സമ്മതിക്കാൻ തയ്യാറാകാമോ? കർത്താവേ, അങ്ങേ അനുസരിപ്പാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ചില കാറ്റ് ശാന്തമാകാൻ പോവുക. ചില കുടുംബത്തിന് നേരെ, ചില തലമുറയുടെ നേരെ, യെസ് ഹല്ലേലൂയ, നിങ്ങളുടെ ശരീരത്തിന് നേരെ, ആരോഗ്യത്തിന് നേരെ, നിങ്ങളുടെ സാമ്പത്തികത്തിന് നേരെ, ദൈവം നിങ്ങൾക്ക് നൽകിയ നന്മകൾക്ക് നേരെ ചില കാറ്റടിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കർത്താവേ, ഞാൻ എവിടെയാ അനുസരണക്കേട് കാണിച്ചത്? ദൈവമേ, അനുസരണക്കേട് കാണിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, മടങ്ങി വരാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ, എവിടെ നിന്നാണ് വീണത് അവിടെ തന്നെ മടങ്ങിയെത്തണം. യെസ് ഹല്ലേലൂയ. അവിടെ നിന്നൊരു പുതിയ യാത്ര ആരംഭിക്കണം. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നീ യോപ്പ തുറമുഖത്ത് നിന്ന് തർശീസിന്, നിനവയ്ക്ക് പോകേണ്ടതിന് പകരം തർശീസിന് പോയെങ്കിൽ തിരിച്ച് യോപ്പായിൽ തന്നെ എത്തുക, മടങ്ങി വരിക. അവിടെ നിന്നൊരു പുതിയ യാത്ര ആരംഭിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പുതിയ യാത്ര എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരണമേ. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതാ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, യോന ഇത്രയുമൊക്കെ ആയിട്ടും മാനസാന്തരപ്പെട്ടില്ല. അത് പിന്നീട് നമുക്ക് എപ്പോഴേലും ചിന്തിക്കാം. ഈ പ്രവാചകനെ ദൈവം നിനവയിലേക്ക് അയച്ചത്, ഞാൻ ഒറ്റ വാക്കൂടെ പറഞ്ഞോട്ടെ, നിനവേക്കാരെ മാനസാന്തരപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ഈ പ്രവാചകനെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് പ്രശ്നം അതാ. നമ്മുടെ എല്ലാ ദൃഷ്ടിയിൽ ആരാ മാനസാന്തരപ്പെടാനുള്ളത്? നിനവേക്കാര്. ദൂത് പറയുന്ന പ്രവാചകനോ, പുള്ളി ഇതുവരെ ശരിയായിട്ടില്ല. പക്ഷെ കാണുന്നവരോടെല്ലാം എന്തോ പറയുന്നത്? ഓ, നീ മാനസാന്തരപ്പെടണം, നീ സ്നാനപ്പെടണം, നീ അങ്ങനെ ചെയ്യണം, നീ വേർപെടണം. നല്ല കാര്യമാണ്, ചെയ്തോണം, പറഞ്ഞോണം. പക്ഷെങ്കിൽ കൂട്ടത്തിൽ നോക്ക്, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വീണ്ടും ആ ഭാഗം ആവർത്തിച്ചോട്ടെ. അനുസരണക്കേടെന്ന് പറയുന്നത് മാനസാന്തരമില്ലായ്മയുടെ ലക്ഷണമല്ലേ? എന്നെ ഉപദ്രവിച്ചവന് ഉപദ്രവം കിട്ടണമെന്നുള്ളത്, അവനെ ദൈവം ശിക്ഷിക്കണമെന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ മാനസാന്തരം സംഭവിക്കാഞ്ഞതിൻ്റെ ആ റിസൾട്ട് അല്ലേ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു മാനസാന്തരം ഞങ്ങൾക്ക് തരണം കർത്താവേ. സമുദ്രത്തിൽ യാത്ര ചെയ്തവർ, കപ്പൽ കയറി യാത്ര ചെയ്തവരുടെ നേരെ ഈ കാറ്റടിച്ചതിൻ്റെ കാരണം മാനസാന്തരമില്ലാഞ്ഞതുകൊണ്ടാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ദൈവത്തെ അനുസരിക്കാതെ പോയതിൻ്റെ ഫലം യോന മാത്രമല്ല അനുഭവിച്ചത്, ആ ഒരു ഗ്രൂപ്പ് മുഴുവൻ അനുഭവിക്കാൻ ഇടയായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. മടങ്ങി വന്നാട്ട് സങ്കീർത്തനത്തിലെ ആ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 23 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചോളൂ. അവൻ കൽപ്പിച്ചു. വീണ്ടും ഞാൻ പറയുന്നു, സമുദ്രത്തിൽ ഓടുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ അല്ല ഓടുന്നെങ്കിൽ ദൈവം കൽപ്പിക്കും, ചില കൊടുങ്കാറ്റടിപ്പിക്കും. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ യാത്രയിൽ ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ നിത്യത എന്ന തുറമുഖത്തെ ലാക്കാക്കി ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഈ സമുദ്രത്തിലൂടെ ഓടുമ്പോൾ കർത്താവേ, ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ എൻ്റെ വിശ്വാസ കപ്പലിന് നേരെ ചിലപ്പോൾ കാറ്റടിക്കാം. ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ പറയുമ്പോൾ വേറെങ്ങോട്ടും വിരൽ ചൂണ്ടരുത്. നമ്മളിലേക്കൊന്ന് നോക്കിയിട്ട് പറ, കർത്താവേ, എൻ്റെ വിശ്വാസ പടകിന് നേരെ, എൻ്റെ വിശ്വാസ കപ്പലിന് നേരെ കാറ്റടിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ തന്നെയാ കർത്താവേ. എവിടെയോ അനുസരണക്കേട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കർത്താവേ. അതേതാണെന്ന് എനിക്കൊന്ന് ബോധ്യമാക്കിത്താ കർത്താവേ.
ഞാൻ ഏറ്റുപറയാം, ഞാൻ ക്രമീകരിക്കാൻ, ഞാൻ മടങ്ങി വരാൻ കർത്താവേ. ഞാൻ എവിടെ നിന്നാ പോയത് അവിടേക്ക് മടങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ എൻ്റെ ദൈവം മതിയായവനാ. യെസ്, ഹല്ലേലൂയ. ആ വാക്യം വായിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവൻ കൽപ്പിച്ചു, കൊടുങ്കാറ്റ് അടുപ്പിച്ചു. ആ ഭാഗം ശ്രദ്ധിക്കണം. ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ശാന്തത വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയായി. പ്രതീക്ഷകൾ ആകാശത്തിലേക്ക് ഉയർന്നു. അടുത്ത സെക്കൻഡിൽ ആഴങ്ങളിലേക്ക് താണു. നിരാശയുടെ ആഴങ്ങളിലേക്ക് ഒരൊറ്റ വീഴ്ചയാണ്. കാരണം ഇത്രയേ ഉള്ളൂ, കാറ്റടിക്കുന്നുണ്ടാണ്. ചിലപ്പോൾ ഒരു ശാന്തത വരുന്നുണ്ട്, അപ്പോൾ പ്രതീക്ഷയായി. ആകാശത്തോളം പ്രതീക്ഷ ഉയരുന്നുണ്ട്. പക്ഷെങ്കിൽ ആ റിസൾട്ട് അല്ലെങ്കിൽ ആ വാർത്ത നേരെ തിരിയുമ്പോൾ ഞാൻ ആഴങ്ങളിലേക്ക് വീഴുന്നത് പോലെയാകുന്നു. വായിച്ചോളൂ അടുത്ത്. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി, അവർ മത്തനെ പോലെ തുള്ളിച്ചാഞ്ചാടി നടന്നു. മതി. ഇതിൻ്റെ എല്ലാം കാരണം അനുസരണക്കേട്. ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകാമോ? ഇതിൽ നിന്ന് തന്നെ ചില ചിന്തകൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ദൈവത്തെ വിട്ടുപോയാൽ സമുദ്രത്തിൽ ഓടുമ്പോൾ, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സേഫ് ലാൻഡിങ്ങാണ്. സുരക്ഷിതമായി ചെന്നിറങ്ങണമെന്ന്. അതിലുപരി യാത്രയിൽ പ്രയാസമൊന്നും ഉണ്ടാകരുതെന്നാണ്. ഒരു പ്രക്ഷുബ്ധമായ കടലിലൂടെ യാത്ര എപ്പോഴും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും, ശരീരത്തെ അസ്വസ്ഥമാക്കും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ യാത്ര വളരെ ഭംഗിയായ ഒരു യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ. എൻ്റെ ആയുസ് എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ വരവ് എപ്പോഴെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്ന് വരെ ഈ ഭൂമിയിൽ കാണുമോ അന്ന് വരെ കർത്താവേ ഒരു പ്ലസൻറ്റ് ജേർണി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ശാന്തമായ സുഖകരമായ ഒരു യാത്ര ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തെ അങ്ങ് അനുസരിച്ചാൽ മതി. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോപ്പയിൽ നിന്നും 2-ാം പ്രാവശ്യം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. നിനവേക്ക് പോയ യാത്രയിൽ യോനായ്ക്ക് പ്രയാസമുണ്ടായതായി കാണുന്നില്ല. കാരണം അത് അനുസരണത്തിൻ്റെ യാത്രയാണ്. എന്നാൽ ആദ്യത്തെ യാത്ര അനുസരണക്കേടിൻ്റെ യാത്രയാണ്. ആരെ അനുസരിക്കാഞ്ഞത്? സർവശക്തന്. ആ നിയോഗത്തിനെതിരെയുള്ള യാത്ര. ഇന്ന് പകൽ ദൈവമക്കളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കണ്ണുകളൊന്ന് അടയ്ക്കാമോ? നമുക്കൊരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നിയോഗം പലപ്പോഴും പല വിഷയത്തിൽ ഞങ്ങളുടെ മേൽ വരുന്നുണ്ട്. അങ്ങ് പലപ്പോഴും ശക്തമായി ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. ചിലത് ചെയ്യണം, ചിലത് ചെയ്യരുത് എന്ന് കർത്താവ് ഞങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്. കർത്താവേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അങ്ങയുടെ വാക്കിനെ വില കൊടുക്കാതെ, അങ്ങയുടെ നിയോഗത്തിന് വില കൊടുക്കാതെ എൻ്റെ ഇഷ്ടത്തിന് പോയതിൻ്റെ ഫലമായി കർത്താവേ, എൻ്റെ പടകിന് നേരെ, എൻ്റെ ജീവിത കപ്പലിന് നേരെ ആഞ്ഞടിച്ച ചില കാറ്റിന് ഉത്തരവാദികൾ മറ്റാരുമല്ല, എൻ്റെ അനുസരണക്കേടാ കർത്താവേ. യെസ്, ഹല്ലേലൂയ. ഞാൻ എവിടുന്ന് അനുസരണക്കേട് കാണിച്ചോ അവിടേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തി. യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആ വാക്ക് പറയുന്നു. പകുതി വഴിക്ക് വെച്ച് രക്ഷപ്പെട്ടു പോയി അവിടെ നിന്ന് തുടങ്ങാമെന്നല്ല, എവിടെ വീണോ അവിടെ നിന്ന് ആ സ്റ്റാർട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ എവിടെ വീണോ അവിടേക്ക് മടങ്ങി വന്ന് അവിടെ നിന്നൊരു പുതു യാത്ര ആരംഭിക്കാൻ ഞാൻ ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാമോ? വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം കാത്തിരിക്കുക. എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദമായി, ദൈവനാമത്തിന് അനുഗ്രഹമായി, തിരുനാമം എന്നിലൂടെ മഹപ്പെടുവാനായിട്ട് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അതിന് പര്യാപ്തമായ, അതിന് പ്രാപ്തമായ ആത്മനിയോഗത്തോടുള്ള ഒരു ജീവിതം നയിപ്പാൻ, അങ്ങേ അനുസരിപ്പാൻ, മാനസാന്തരത്തിൻ്റെ അനുഭവം എന്നിലൂടെ പുറത്തു വരുവാൻ കർത്താവെ കൃപ തരണമേ. ഏൽപ്പിച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഒരുക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് ഇവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.